ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദുലാരി പല്ലിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദുലാരി പൽ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിയപ്പെട്ട നിമിഷങ്ങൾ. പൽ എന്ന് പറഞ്ഞാൽ നിമിഷം. ദുലാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രിയപ്പെട്ട. ദുലാരെ പൽ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നാണ്. അപ്പൊ നമുക്ക് ഈ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് കാണാം. എന്താണ്, പക്ഷികൾ പറക്കുന്നുണ്ട്, താഴെ ഒരു പൂത്തടമുണ്ട്, ആ പൂത്തടത്തില് എന്താണ് ഒരു പൂമ്പാറ്റേനെയൊക്കെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇനി നമുക്ക് എന്താണ് കവിതയിലോട്ട് കടക്കാം. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ധൂപ്പ് ആ ഗയി എന്നാണ്. ധൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് വെയില് എന്നാണ്. ആ ഗയി എന്ന് പറഞ്ഞാല് വന്നു. അപ്പൊ വെയില് വന്നു എന്നാണ് ഈ ഒരു കവിതയുടെ പേര്. ആരാണ് എഴുതിയിട്ടുള്ളത്? പ്രയാഗ് ശുക്ലാണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് കവിതയിലോട്ട് കിടക്കാം. ധൂപ് ആ ഗയി സുബ സുബ കി. അതായത് സുബ എന്ന് പറഞ്ഞാൽ രാവിലെ, ധൂപ് ആ ഗയി വെയില് വന്നു, രാവിലെ വെയില് വന്നു. കലിയ പ്യാരി പ്യാരി മെഹക്കി. കലിയ എന്ന് വെച്ച് കഴിഞ്ഞാല് പൂമുട്ടുകൾ, പ്യാരി പ്യാരി എന്ന് വെച്ചാല് ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള, മെഹക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗന്ധം പരത്തി. അപ്പോ രാവിലെ വെയില് വന്നു, എന്നിട്ട് എന്താണ് പൂമുട്ടുകള്, മനോഹരമായ പൂമുട്ടുകള് അവയുടെ സുഗന്ധം പരത്തി. കലിയ ക്യാരി ക്യാരി മെഹക്കി. ക്യാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂത്തടം. നേരത്തെ പിക്ചറിൽ നമ്മൾ കണ്ടില്ലേ, പൂക്കൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നത്, അതായത് പൂച്ചെടികൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്നത്. ഇപ്പൊ ഫ്ലവർ ബെഡ്, അതിനെയാണ് ക്യാരി എന്ന് പറയുന്നത്, പൂത്തടം. ക്യാരി ക്യാരി എന്ന് പറയുമ്പോൾ ഓരോ പൂത്തടവും, ആ ഓരോ പൂത്തടത്തിലെയും കലിയ പൂമുട്ടുകൾ മെഹക്കി സുഗന്ധം പരത്തി. കലിയ ഇത്തിനി സാരി മെഹക്കി. എന്താണ്, പൂമുട്ടുകൾ ഇത്രയും അധികം. ഇത്തിനി സാരി എന്ന് പറയുമ്പോൾ ഇത്രയും അധികം, മെഹക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഗന്ധം പരത്തി. അപ്പൊ ആദ്യത്തെ സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? രാവിലത്തെ വെയിൽ വന്നു, മനോഹരമായ പൂമുട്ടുകൾ അവയുടെ സുഗന്ധം പരത്തി. ഓരോ പൂത്തടത്തിലെയും ഓരോ പൂമുട്ടുകളും എന്താണ് സുഗന്ധം പരത്തി. കലിയ ഇത്തിനി സാരി മെഹക്കി എന്ന് പറയുമ്പോൾ ഇത്രയും അധികം പൂമുട്ടുകള് അവയുടെ സുഗന്ധം പരത്തി എന്നാണ് പറയുന്നത്. അപ്പോ ഇനി നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. ഹവ ബഹരഹി ഠണ്ടി ഠണ്ടി. ഹവ എന്ന് പറഞ്ഞാല് കാറ്റ്, ബഹന എന്ന് വെച്ച് കഴിഞ്ഞാല് ഒഴുകുക. അപ്പോ ഹവ ബഹരഹി, കാറ്റ് എന്താണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനത്തെ കാറ്റാണ്? ഠണ്ടി ഠണ്ടി, തണുത്ത കാറ്റ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഠണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തണുത്ത, തണുത്ത കാറ്റ് എന്താണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഘൂം രഹി വ ബഹക്കി ബഹക്കി. പിന്നെ അത് എങ്ങനെയാണ്? ഘൂംന എന്ന് വെച്ച് കഴിഞ്ഞാല് ചുറ്റിക്കറങ്ങുക, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ബഹക്കി ബഹക്കി, തത്തിക്കളിച്ചുകൊണ്ടാണ് അത് ചുറ്റിക്കറങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഉടുത്തി ഉടുത്തി ആയി ചിടിയ. ഉടുത്തി ഉടുത്തി എന്ന് പറഞ്ഞാല് പറന്ന് പറന്നിട്ട്, ഉടുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കുക, ആയി വന്നു. അപ്പം എന്താണ്, പറന്ന് പറന്നുകൊണ്ട് വന്നു. ആരാണ് വന്നത്? ചിടിയ. ചിടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾ എന്നാണ് അർത്ഥം. ഹുദക് ഹുദക്കർ വേ ബി ചഹക്കി. ഹുദക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടുക. അപ്പം ഫുദക് ഫുദക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാടി ചാടിക്കൊണ്ട് അവരും ചെഹക്കി. വേ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരും. വഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷീനാണെങ്കിൽ വഹ് എന്ന് പറയാം. പക്ഷെ വേ ഭി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് പക്ഷികൾ ഉണ്ടായിരുന്നു, ഒന്നിൽ കൂടുതൽ പക്ഷികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വേ അവർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഫുദക് ഫുദക്ക് ചാടി ചാടിക്കൊണ്ട് അവരും ചെഹക്കി. ചെഹക്കിന എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ പക്ഷികൾ ഉണ്ടാക്കുന്ന ആ ഒരു സൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റാൻസയിൽ മൊത്തമായിട്ട് എന്താണ് പറയുന്നത്? തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു, അതിൽ ഈ പൂമുട്ടുകളൊക്കെ എന്താണ് ആടി ഉലയുന്നുണ്ടായിരുന്നു. പിന്നെ പക്ഷികൾ പറന്ന് പറന്ന് വന്നു. ഫുദക് ഫുദക്കർ വേ ബി ചെഹക്കി, പക്ഷികളും ചാടി ചാടിക്കൊണ്ട് ചിലച്ചുകൊണ്ടേയിരുന്നു, ചിലച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.